തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരു നടത്തത്തിന്റെ ദൂരം മാത്രം അകലെ നിൽക്കുമ്പോഴും അനാവശ്യ വിവാദങ്ങളും ആരോപണങ്ങളുമായി അരങ്ങിലും അണിയറയിലും തകർക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. ജനങ്ങളെ നയിക്കേണ്ടവർ തമ്മിൽ തല്ലുമ്പോൾ പുറകിൽ നിന്നും നോക്കിക്കാണുന്ന അണികൾ നിരാശയിലേക്ക് പോവുകയാണോ? പാർട്ടിക്കുള്ളിൽ തല്ല്, പാർട്ടികൾ തമ്മിൽ തല്ല്, നിസാര പ്രശ്നങ്ങൾ വരെ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നേതാവ് എന്ന് വിളിക്കാനാകില്ല. യുവത്വം കേരളത്തിൽ നിന്നും അകലാനുള്ള കാരണം അനാവശ്യ വിവാദങ്ങളും തമ്മിൽ തല്ലലും കണ്ട് മനം മടുത്തിട്ടായിരിക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ പുതിയതായി പേർ ചേർത്തത് 30,80,927 പേരാണ്. അതിൽ 13,69,490 പുരുഷന്മാരും 16,49,381 സ്ത്രീകളും 55 ട്രാൻസ്ജെൻഡേഴ്സും പുതിയതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കണക്കുകളെല്ലാം സന്തോഷം നൽകുന്നതാണെങ്കിലും യുവജനങ്ങളുടെ പങ്കാളിത്തം പലപ്പോഴും കാണാറില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ എണ്ണവും കേരളത്തിൽ ഓരോ ദിവസവും കൂടി വരികയാണ്. കേരളത്തിന്റെ യുവത്വം നഷ്ടപ്പെടുന്നു. ആളൊഴിഞ്ഞ വീടുകളുടെ എണ്ണം കൂടി വരുന്നത് എന്തുകൊണ്ട്? രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ യുവജനതയ്ക്ക് മടിയോ? യുവാക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പുകളിൽ യുവജന പ്രാതിനിധ്യം കുറയുന്നുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സജി വട്ടുകളത്തിലാണ്, മാധ്യമപ്രവർത്തനായ ജോൺസൺ കൊച്ചുപറമ്പൻ, രാഷ്ട്രീയ നിരീക്ഷക ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ എന്നിവരാണ്. പ്രിയപ്പെട്ട പാനലിസ്റ്റുകാർക്ക് സ്വാഗതം. ഫാദർ സജി വട്ടുകളത്തിൽ, തമ്മിൽ തല്ലുകൾ രാഷ്ട്രീയത്തിൽ നിത്യ സംഭവമാകുമ്പോൾ യുവജനത നാട് വിട്ട് വിദേശങ്ങളിലേക്ക് ഇങ്ങനെ കുടിയേറുകയാണ്. കേരളത്തിന്റെ യുവത്വം ശരിക്കും നഷ്ടപ്പെടുകയാണോ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും കേരളത്തിലെ യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ യുവത്വം നഷ്ടപ്പെടുകയാണോ? റോജി, കേരളത്തിന്റെ യുവത്വം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ യുവത്വത്തിന് പറ്റാത്ത ഒരു മണ്ണായി കേരളം കുറച്ചു കാലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒന്നാമത്തെ കാര്യം, അതെങ്ങനെയാണ് യുവത്വത്തിന് പറ്റാത്ത മണ്ണായി കേരളം മാറിയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവാദികളാകുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമായിട്ട് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ അതിന് വളരെയേറെ ഗൗരവമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉണ്ട്. ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുവജനങ്ങളെ മുൻപോട്ട് നയിക്കുന്ന കാര്യം എന്താ? യുവജനങ്ങൾ മുൻപോട്ട് നയിക്കുന്നത് അവർക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഈ മണ്ണിലുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ്, ചിന്തയാണ്. അതായത് ഒരു 12ാം ക്ലാസ് വരെയൊക്കെ കഴിഞ്ഞ്, പണ്ടത്തെയാണ് പ്രീ ഡിഗ്രി, ഇപ്പോൾ ഒരു 12ാം ക്ലാസ് വരെ കഴിഞ്ഞ് അതിനുശേഷം ഒരു ഡിഗ്രി ലെവലിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, എഞ്ചിനീയറിങ്ങോ മറ്റേതെങ്കിലും ഒക്കെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൂടി ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ചെല്ലും തോറും അത് ഈ റോക്കറ്റ് കുതിക്കുന്നത് പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ സാഹചര്യം പറയണം കേട്ടോ. രാജ്യത്ത് മുഴുവൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പലതരത്തിലും ഉണ്ട് എങ്കിലും കേരളം അതിൽ നിന്ന് കുറച്ചും കൂടി വിഭിന്നമാകുന്ന ഒരു കാര്യം, നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യാശാപരമായിട്ടുള്ള ദിനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും സാഹചര്യവും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നാ പറയണത്. ഇപ്പോ നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു നാൾ മുമ്പ് ഈ രാഷ്ട്രീയത്തിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഇത്രയേറെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി, ഇത്രയേറെ യുവജനങ്ങൾ പുതിയ മേഖലയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത്. അതിൽ പെട്ടിക്കടകളും മുറുക്കാൻ കടകളും വരെ സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതും ഒരു വാസ്തവമാണ്. പണ്ടൊക്കെ ആരംഭിച്ചു പോയ പല സംരംഭങ്ങളും സ്റ്റാർട്ടപ്പിന്റെ കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്നു എന്നും ഉള്ളത് ഒരു കാര്യമാണ്. ഇപ്പോ നമ്മൾ ഏറ്റവും അയൽപ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ കാര്യം ഒന്ന് നോക്ക്. രാജ്യത്ത് തന്നെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലേക്ക് വരുന്ന സംസ്ഥാനമായിട്ട് നമ്മുടെ തമിഴ്നാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ കർണാടകയുടെ കാര്യത്തിലാണ്, മറ്റേതൊരു സ്റ്റേറ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാലും അത്രയേറെ അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, ഒരുപാട് കമ്പനികൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുക. ഈ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന കമ്പനികൾ ഈ കേരളത്തിലേക്ക് വരാത്തതിന് കാരണം ഇവിടെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നത് കൊണ്ടൊന്നും അല്ലല്ലോ. ഇവിടുത്തെ പോളിസികളുടെയും അവർക്ക് ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ചില നല്ല തൊഴിൽ സംരംഭകരായിട്ടുള്ള ആളുകള് സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇരു കൈയും നീട്ടി അവരവരെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർക്ക് ഈ മണ്ണിൽ തന്നെ അത്തരത്തിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ്.
അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോ നമ്മളുടെ യുവത്വം ഈ ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് മാതിരി കേരളം യുവാക്കളില്ലാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു അവകാശ സംരക്ഷണ റാലിയായിട്ട് അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകാൻ കഴിഞ്ഞപ്പോ അവിടെയൊക്കെ വന്ന ആളുകൾ വളരെ ജെനുവിനായി പറഞ്ഞ ഒരു പരാതി ഇതാണ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ആളുകളെ ചില സ്ഥലങ്ങളിൽ കണ്ടില്ല, എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ജനകീയ പങ്കാളിത്തം ആ പ്രോഗ്രാമിനുണ്ട്. അപ്പൊ ആളുകളെയൊക്കെ കാണാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ചോദിക്കുമ്പോൾ ഈ പ്രായമായ ആളുകൾ ചോദിക്കുകയാണ്, കൂടുതലും മുതിർന്നവരെയും ഒരു മിഡിൽ ഏജിന് മുകളിലേക്കുള്ള ആൾക്കാരെയൊക്കെ കാണുക, യുവാക്കളൊന്നും ഈ നാട്ടിൽ ഇല്ലാന്നാ പറയുക. അപ്പൊ ഈ യുവാക്കൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സാധ്യതകളുടെ ഏതെങ്കിലും ഒരു ആകാശം തേടി അവർ യാത്രയിലാണ്. യുവജനങ്ങൾ ആ ഒരു മൈഗ്രേഷൻ നടക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുക നമ്മളുടെ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണമെന്ന് പറയുക. ഈ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുമ്പോൾ എന്തിന് എന്ന് അവർ ചോദിക്കുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ഉത്തരം കൊടുക്കാനെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണ്ടേ. തീർച്ചയായിട്ടും അത് യുവജനങ്ങൾ അവരുടെ സാധ്യതകൾ തേടി പോകുന്ന പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അച്ഛൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ യുവജനങ്ങൾ പറന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ആളൊഴിഞ്ഞ വീടുകളുടെ എണ്ണം കൂടി വരികയാണ്. യുവാക്കൾ നല്ലൊരു വീടൊക്കെ വെക്കുന്നു, അപ്പനും അമ്മയും വീട്ടിൽ തനിച്ചാകുന്നു, ചില സമയത്ത് ആ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ മണിമന്ദിരങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സാധ്യതകൾ തേടിയുള്ള ഒരു യാത്ര മാത്രമാണോ? ശ്രീ ജോൺസൺ കൊച്ചുവർമ്മൻ. കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. റോജി, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ റോജി ചോദിച്ചത് കുറെ കൂടെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുറെ കൂടി സാധ്യതകൾ തേടിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ എല്ലാവിധ സാധ്യതകളും ഉള്ള ഒരു സംസ്ഥാനം. കാർഷിക മേഖലയിൽ മാത്രം വിനോദസഞ്ചാര മേഖലയും കൂടെ ചേർത്താൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, വളരെ വലിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയുന്ന, വളരെയേറെ പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ കഴിയുന്ന മേഖലയായി അത് മാറ്റുവാൻ കഴിയും. അതുപോലെ നിക്ഷേപം ഇവിടെ നിക്ഷേപിച്ച് വ്യവസായം തുടങ്ങുന്നവർക്ക് അവർക്ക് ആ നിക്ഷേപം മുതൽ മുടക്കിയ കാര്യം ഇവിടെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഉറപ്പ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ എത്രയോ നിക്ഷേപകർ വരും. ഇന്ന് ദീപാവലി ദിനം ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ 2 വനിതാ സംരംഭകർ ഒരു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തൊരു ബസ് ഇന്ന് യാത്ര തുടങ്ങേണ്ടതാണ് ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇന്ന് രാത്രി 2 മണിക്ക് നെടുങ്കണ്ടത്ത് നിന്ന് പുറപ്പെടേണ്ട ബസ് രാത്രിയിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരിക്കുകയാണ്. ഇന്ന് ദീപാവലിയാണ്, അവധിയാണ്, കോടതിയിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ 2 യുവതികള് വായ്പ എടുത്തൊരു സംരംഭം തുടങ്ങിയപ്പോൾ അതെങ്ങനെ തകർക്കാമെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ഇരുന്ന് ആലോചിച്ചിട്ട് നടപടി സ്വീകരിച്ചു. ഇങ്ങനെ ചെറുതും വലുതുമായി, ഇപ്പൊ നമ്മൾ കിറ്റക്സിന്റെ മാത്രമല്ല, ചെറുതും വലുതുമായി എത്രയേറെ സംരംഭങ്ങൾ നമുക്കറിയാം. ഇടുക്കിക്ക് ഒരു പേരുണ്ടാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈസ്റ്റേൺ കോണ്ടിനെന്റ്സ്, ഈസ്റ്റേന്റെ കറി പൗഡറുകൾ. അടിമാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും ഇടുക്കിയെ, കേരളത്തെ കൊണ്ടെത്തിച്ച വ്യവസായമാണ്. അത് ഒരു കാലഘട്ടത്തിലെ യൂണിയൻ അതിപ്രസരം കൊണ്ട് ഇടുക്കിയിൽ നിന്നും പോയി തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്തു. ഇതുപോലെ എത്ര സംരംഭങ്ങളാണ് റോജി. അപ്പോൾ ചെറുപ്പക്കാരെ ഇവിടുന്ന് പോകാൻ നിർബന്ധിതരാകുന്നു, സാധ്യതകൾ തേടി പോകുന്നതല്ല, നിർബന്ധിതരാകുന്നു. ഇന്ന് ഇവിടെ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുന്നത് എന്തിനാ? തൊഴിൽ കിട്ടുവാനാണ്. അവരുടെ പഠനത്തിനനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കുവാനും ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് തയ്യാറായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ റോജി, വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ജനാധിപത്യത്തിൽ 100 പേരുള്ളിടത്ത് 51 പേര് എന്തിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ 100 പേരിൽ 60 പേരെ ഇവിടെ ഉള്ളെന്ന് വെച്ചോ, 31 പേർ പിന്തുണയ്ക്കുന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. 40 പേര് ഇവിടെ ഇല്ലാത്തവരുണ്ടെന്ന് ഓർക്കണം. ഇതേ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. വോട്ട് ചെയ്യേണ്ടുന്ന ഒരു തലമുറ ഇവിടെ ഇല്ല. ഇനി ഇവിടെ ഉള്ള ചെറുപ്പക്കാരിൽ തന്നെ ഒരു അരാഷ്ട്രീയ ചിന്താഗതി വളർന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? അതും അവരുടെ കുഴപ്പമല്ല. ഒന്ന്, അവർക്കിവിടെ സുഗമമായി പഠിക്കുവാൻ കഴിയുന്നില്ല. അവർ പഠിച്ചിറങ്ങിയാൽ നേരായ മാർഗത്തിലൂടെ തൊഴിൽ കിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സിന്ദാബാദ് വിളിച്ച് അവർക്ക് പിൻവാതിലിലൂടെ അല്ലാതെ അർഹതപ്പെട്ടവന് തൊഴിൽ കിട്ടില്ല എന്നൊരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടികൾ ഇവിടെ നിൽക്കുവോ?
ഇനി എവിടെന്നെങ്കിലും ഒരു വായ്പ എടുത്ത് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു സംരംഭകനാകാൻ ശ്രമിച്ചാൽ അവനിവിടെ രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളിൽ മുഴുവനുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. റോജി, ഇത് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഇതിന്റെ വലിയ ഒരു പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ കക്ഷികൾ, ആ രാഷ്ട്രീയ കക്ഷികളിലൊന്നും യുവജനങ്ങളില്ലാതായി. ഇനിയിപ്പോ അടുത്ത നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പും വരുമ്പോൾ കണ്ടോ, 1 2 ചെറുപ്പക്കാർക്ക് എവിടെയെങ്കിലും ഒക്കെ സീറ്റ് കിട്ടും. ബാക്കിയെല്ലാം വർഷങ്ങളായി. അങ്ങിലേക്ക് വരാം. അങ്ങിൽ നിന്ന് തന്നെ തുടരാണ്. അങ്ങ് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാർക്ക് അരാഷ്ട്രീയ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ഒരു ജോലി നൽകുന്നതിനോ ഒന്നിനും ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്ന് രാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തകയും അധ്യാപികയുമായ ലക്ഷ്മി ആർ ചന്ദ്രൻ നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ ജോൺസൺ ചേട്ടൻ അങ്ങിലേക്ക് ഞാൻ തിരിച്ചെത്താം. ടീച്ചർ, ഇപ്പോൾ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ പറയുകയുണ്ടായി, നമ്മുടെ യുവത്വത്തിന് അരാഷ്ട്രീയമായി പോവുകയാണ്. പലപ്പോഴും അവർ ഈ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ. ഈ പാർട്ടികളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വരാൻ ഒരുപാട് യുവജനങ്ങൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രബോധം ഉണ്ടാകുന്നതിൽ നിന്ന് ഈ യുവജനതയ്ക്ക് മടിയാണോ, അല്ലെങ്കിൽ അവർ പേടിച്ചോടുകയാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്, ശ്രീ ലക്ഷ്മി ആർ ചന്ദ്രൻ? ഞാൻ ഒരു കോളേജ് അധ്യാപികയാണ്. അപ്പൊ അതിന് കോളേജില് തന്നെ നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഴയതുപോലെയുള്ളൊരു രാഷ്ട്രീയ ആഭിമുഖ്യം ഇല്ലാതെ പോകുന്നു എന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോ ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, സമയം ഏറ്റവും അധികം ആവശ്യമുള്ള, എന്നാൽ റിട്ടേൺസ് പതുക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഒരു വശം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില സംഘടനകളുടെ ആക്രമണം. കാരണം ഭയങ്കര മൃഗീയമായിട്ടുള്ള ആക്രമണവും തീരെ എന്താ പറയുക ജനാധിപത്യപരമല്ലാത്ത ക്യാമ്പസുകളും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് മയക്കുമരുന്ന് ലോബി അടക്കം ഭരിച്ച, അതായത് വിദ്യാർത്ഥി സംഘടനയെ വളർത്താനായിട്ട് മയക്കുമരുന്ന് ലോബിയെ വരെ ഉപയോഗിച്ച സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അപ്പൊ മറ്റൊന്ന് മീഡിയ, സിനിമകളിലൊക്കെ കറപ്ഷൻ വളരെ വലിയ രീതിയിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നെ കറപ്ഷനെ പറ്റിയുള്ള വാർത്തകൾ. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ മോശപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്ന ചിന്താഗതി വിദ്യാർത്ഥികളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയപരമായ ഇടപെടലുകളും ബ്യൂറോക്രാറ്റിക് ചുവപ്പ് നാടുകളും ഒക്കെ സംരംഭകത്വത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നത് പിൻവാതിൽ നിയമനങ്ങൾ, ഇത് റാങ്ക് ലിസ്റ്റുകൾ. നമ്മൾ നന്നായി പഠിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്? ഈ പിൻവാതിൽ നിയമനങ്ങളെ പറ്റിയുള്ള കഥകൾ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ CBSE സ്കൂളുകളിലൊക്കെ തന്നെ ഒരിക്കലും രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ പാർലമെന്റ് ഒക്കെ ചില സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിലും ഒക്കെ ഉണ്ടെങ്കിലും CBSE സ്കൂളുകളിലും ഒന്നും ഈ ഇത്തരത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് തെറ്റായ ഒരു ചിന്തയാണ് രാഷ്ട്രീയത്തെ പറ്റി. പിന്നെ കുട്ടികൾ പലതും വാർത്തകൾ അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നില്ല, ന്യൂസ് പേപ്പറുകളിൽ വരുന്ന ന്യൂസുകൾ കാണുന്നില്ല. വായനയുടെ അഭാവം ഇപ്പൊ വളരെ വലിയ രീതിയിലുണ്ട്. അതേപോലെ തന്നെ ന്യൂസുകൾ കാണുന്നില്ല. പക്ഷെ ഈയിടെ ഏറ്റവും എനിക്കൊരു കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയെ പറ്റി. അതും ആ കാര്യം വളരെയധികം നമ്മുടെ ന്യൂ ജെന്ന്, അതായത് ജെംസി ജനറേഷന് പോലും വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പൊ ജനാധിപത്യം പുലരേണ്ടതിന്റെ ഒരു ആവശ്യകത സത്യത്തിൽ ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികളെ മനസ്സിലാക്കിക്കുവാനായിട്ട് ഉണ്ടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ കരകാണ കടലിലെ മീതെ മോഹത്തിൻ കുരുവി പറന്നു, അറബിപ്പൻ നാണ്യം പോലെ ആകാശത്തമ്പിളി വിരിഞ്ഞു എന്ന് സിനിമാ ഗാനം പറയുന്ന പോലെ 70, 80, 90കളിൽ മലയാളികളുടെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറേബ്യൻ രാജ്യങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ ഗൾഫിലേക്കായിരുന്നു തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ ഇന്നത് മാറിയിട്ട് വിദ്യാഭ്യാസത്തിനും സ്ഥിര പൗരത്വത്തിനും ഒക്കെ വേണ്ടി യുവജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഈ ഓസ്ട്രേലിയയും, മെച്ചപ്പെട്ട ക്ലൈമറ്റും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒക്കെ കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, UK, ന്യൂസിലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലുണ്ട്.
അപ്പൊ ഇപ്പൊ അവിടേക്കാണ് കുടിയേറുന്നത് കൂടുതലും വിദ്യാർത്ഥികൾ. അല്ല, ഈ അപ്പൊ കേരളത്തില് അതും നമ്മുടെ നാട്ടില് അതിനുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കുടിയേറ്റം ഉണ്ടാകുന്നത്? അതല്ലേ, അതെ അങ്ങനെയല്ലേ അതെ നമ്മൾ അതായത് കാണേണ്ടത്? അതെ, വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഒരു 20 വർഷം പിന്നോട്ടടിച്ച ഒരു വിദ്യാഭ്യാസ നയങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ വിദേശ സർവകലാശാലയുടെ കാര്യം തന്നെ എടുക്കൂ. നമ്മൾ ഓർമ്മയുണ്ട്, ഇപ്പൊ 2015 TP ശ്രീനിവാസൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണനെ, ലോകം ആദരിച്ച വിദ്യാഭ്യാസ വിചക്ഷണനെ ഒരു വിദ്യാർത്ഥി സംഘടന അവഹേളിക്കുകയും അദ്ദേഹത്തെ അതെ, അടിക്കുകയും വരെ ചെയ്തു. അതെ, അതെ, അതുപോലെ തന്നെ തീർച്ചയായും. അന്ന് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ സർവകലാശാലകളുടെ ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള വിപുലമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെതിരെ ഏറ്റവും അധികം അക്രമം അഴിച്ചുവിട്ടവർ തന്നെ പിന്നീട് അത് മറ്റു പല ഉദ്ദേശങ്ങളോടെ ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അങ്ങയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഫാദർ സജി വട്ടുകളത്തിൽ, ശരിക്കും ഈ അക്രമ രാഷ്ട്രീയം കണ്ട് മനം മടുക്കുകയാണോ ഇപ്പോഴത്തെ ഒരു യുവ തലമുറയ്ക്കുള്ളത്? കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്താനുള്ളതാണ്, തമ്മിൽ തല്ലാനുള്ളതാണ് എന്നൊക്കെ ഒരു ധാരണ വരികയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു യുവജനത ഉള്ളത് കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും യുവജന പ്രാതിനിധ്യം കാണാത്തത്? എന്താണ് നമ്മളുടെ യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും ഇങ്ങനെ അകന്നു മാറിക്കൊണ്ട് നിൽക്കുന്നത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ലോകം ആദരിക്കുന്ന ഒരു ഫിലോസഫറും ചിന്തകനും എഴുത്തുകാരനുമൊക്കെയായ നോം ചോംസ്കിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം എങ്ങനെയാണ്? ഒരു രാജ്യം, പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് രാജ്യം, മതത്തിന്റെ പേരിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിഭാഗീയതയുടെ പേരിലോ അവിടെ ഒരു ഭരണം നടത്താനോ അധികാരത്തിൽ വരാനോ ശ്രമിക്കുകയാണെങ്കിൽ അവിടുത്തെ ഡെമോക്രസി വെന്റിലേറ്ററിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ. ഇപ്പോ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, ജാതിയുടെ സമവാക്യങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ അളവുകോലായിട്ട് കാണുക. പ്രീണന രാഷ്ട്രീയം എന്നൊക്കെ ഈ സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഏത് മതവിഭാഗത്തെ, ഏത് ജാതിയെ, ഏത് സമുദായത്തെ ഏത് രീതിയിൽ പ്രീണിപ്പിക്കാം എന്നാണ് ഇവരെല്ലാം ഗൃഹപാഠം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമങ്ങൾ നടത്തുന്നതും. അപ്പോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും, മാർക്സിസ്റ്റ് രാഷ്ട്രീയമാണേലും കോൺഗ്രസ് രാഷ്ട്രീയമാണേലും BJP രാഷ്ട്രീയമാണേലും, ഇതൊക്കെയാണല്ലോ നമുക്ക് രാജ്യത്ത് നിലവിലുള്ള സജീവമായ രാഷ്ട്രീയ പാർട്ടികൾ. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും ഇതിനു വേണ്ടിയിട്ടാണ് അവർ നിൽക്കുക. അപ്പൊ ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ വർഗീയതയുടെയോ വംശീയതയുടെയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഡെവലപ്മെന്റ് രാഷ്ട്രീയം സംസാരിക്കുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ തന്നെ ഉണ്ടാകണം. നമ്മളിപ്പോ ഈ പലപ്പോഴും ഈ വൈകുന്നേരങ്ങളിലൊക്കെ കാണുന്ന ചാനൽ ചർച്ചകൾ, ആ ചാനൽ ചർച്ചകളൊക്കെ എയിം ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് എയിം ചെയ്യുന്നത് ഏത് ജാതിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ അവസരം കൊടുത്തു, അവസരം കൊടുത്തില്ല, ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു 10-15 വർഷം മുമ്പ്, 15 വർഷം എന്ന് കരുത്, ആ 15 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാതിരുന്ന കുറെ പ്രവണതകളെ നമ്മൾ ഈ കേരളത്തിൽ കാണുകയാണ്. നമ്മളൊക്കെ വളരെ വിശുദ്ധമെന്നും വളരെ ഒരിക്കലും ഡാമേജ് വരുത്താൻ പാടില്ല എന്നും വിചാരിച്ചിരുന്ന ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്സ്, അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ്, എത്ര വാശിയോടെയാണ് ആളുകൾ മലിനമാക്കാൻ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പൊതുബോധം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കും, അതേപോലെ ഇവിടെ ഈ സമൂഹത്തിൽ കൃത്യമായി ഇടപെടുന്നവർക്കും, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഒക്കെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഞാൻ പറയും. പലപ്പോഴും നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ, ടീച്ചർ പറഞ്ഞതുപോലെ, ഈ കുട്ടികൾ പുറത്തേക്ക് കാണുകയും പുറത്തേക്ക് നോക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ തിക്കുമുട്ടലായതുകൊണ്ടാണ്, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി റോജി, ഞാൻ ഒരു അപകടത്തെ കുറിച്ചും കൂടെ പറയാം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഏകദേശം 1.5 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു റാലിയാണ് UK ഈ മൈഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നത്. അത് UK മാത്രമല്ല, അത് കാനഡയിലും നടക്കുന്നുണ്ട്, US നടക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിലും നടക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന റാലികൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു റിവേഴ്സ് മൈഗ്രേഷനെയും കൂടെ കാണണം. അപ്പോ നമ്മുടെ ഭരണകർത്താക്കൾ ഒരു ജാഗ്രത പുലർത്തേണ്ടത്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് നമ്മളുടെ ഈ നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കുന്നത്, അവിടെ ജോലിയും തൊഴിലും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ, അത് ഒരു കാലത്തിന്റെ അനിവാര്യതയായിട്ട് വന്ന ചേഞ്ച് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ആണല്ലോ. ഈ
ഹെറാക്ലിറ്റസ് എന്ന് പറയുന്നത് പോലെ ചേഞ്ചിന് മാത്രമാണ് ചേഞ്ച് ഇല്ലാത്തത്. വൺ കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ് എന്നാ പറയണേ. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പോ അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ തിരിച്ചു നാട്ടിലേക്ക് എത്തുന്ന ആളുകളെ ഉൾക്കൊള്ളുവാൻ, അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ നോർക്കയ്ക്കോ മറ്റു സംവിധാനങ്ങൾക്കോ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജാഗ്രതയും കൂടെ നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ റോജി ചോദിച്ച ഒരു കാര്യം ഏതാണ്, എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ ഈ നമ്മുടെ മാറുന്ന ഒരു സാമൂഹ്യ സാഹചര്യവും ഇവിടുത്തെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളും ഇവിടുത്തെ വിഴുപ്പലക്കലുകളും രാഷ്ട്രീയത്തിന്റെ, അതായത് വിവാദങ്ങൾ സംസാരിക്കാതെ നമുക്ക് യാതൊരു രീതിയിലും കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുക. ഞാൻ കുറച്ചു കാലം മുമ്പ് നമ്മളുടെ അന്തരിച്ച അനുഗ്രഹീതനായ നമുക്ക് എല്ലാവർക്കും വളരെ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ APJ അബ്ദുൽ കലാമിന്റെ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേദിവസം നടത്തിയ ഒരു പ്രസംഗത്തെ ഓർക്കുകയാണ്. അദ്ദേഹം വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എബൌട്ട് വാട്ട് ഷാൽ ഐ ടോക്ക് ടു യു, എന്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. എന്നിട്ട് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ നേട്ടങ്ങളെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്കൊക്കെ വലിയ അഭിമാന ബോധം ഉണ്ടാകുന്ന ഒരു പ്രസംഗം. അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ നന്മകളെ കുറിച്ച് പറയുന്ന, ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ട നന്മകളെ കുറിച്ച് സ്വപ്നം കാണുന്ന ഈ യുവജനങ്ങൾക്ക് സ്വപ്നം കൊടുക്കുവാനും ആ സ്വപ്നം ഈ മണ്ണിൽ അവർക്ക് യാഥാർത്ഥ്യമാക്കുവാനും കഴിയുമെന്നുള്ള ഒരു ബോധവും കൊടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, സാമൂഹിക നേതൃത്വം അതിന് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, അങ്ങിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. അതായത് ഈ തമ്മിത്തല്ലും പരസ്പര ആരോപണങ്ങളും ഒക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർ നടത്തുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. അപ്പോഴും വികസനം ചർച്ച ചെയ്യാൻ ഇവർ ആരും ഒരുക്കമല്ല. ആ വിഴുപ്പ് അലക്കലുകൾ തന്നെയാണ്. ഇതും ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്നും യുവജനങ്ങളെ പുറകോട്ട് നയിക്കുന്നില്ലേ? തീർച്ചയായും റോജി, നമ്മളിപ്പോ ഒരു 1940-കളിലെയോ 50-കളിലെയോ ഒന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുറിച്ച് ചിന്തിക്കണ്ട. അതെ, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളല്ലോ. ഇപ്പോൾ നമുക്ക് ഉദാഹരണം ബഹുമാനായ EK നായനാരുടെയും K കരുണാകരന്റെയും ഒക്കെ ഒരു കാലഘട്ടം, അതെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിൽ ഇവര് രണ്ട് ചിന്താധാരയിലുള്ളവരാണ്, രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലുള്ളവരായിരുന്നു. പക്ഷെ രാഷ്ട്രീയം ഇത്രമാത്രം മലിനമാക്കപ്പെട്ടിരുന്നില്ല. ഇത്രമാത്രം വ്യക്തികളോട് വിരോധം തീർക്കുന്ന അല്ലെങ്കിൽ ജാതി പ്രീണനങ്ങൾ കൊണ്ട്, ജാതി കൊണ്ട് അകറ്റുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഇന്ന് നമ്മൾ നേരെ വന്നപ്പോൾ, ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ, ഒരു ചർച്ചയിൽ പോയാൽ, ഇപ്പോൾ ഇവിടെ ഒരു ആരോഗ്യ നയമുണ്ടായി, അത് ഏത് ഗവൺമെന്റ് ഭരിക്കട്ടെ, ആ നയത്തിന്റെ എതിർത്ത് പ്രതിപക്ഷത്തിന് അവരുടെ വിയോജിപ്പുകൾ പറയാം, അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതിന്റെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക്, ഭരണകക്ഷിയുടെ അകത്ത് അതിന്റെ നേട്ടങ്ങൾ, അവരുദ്ദേശിക്കുന്ന കാഴ്ചപ്പാടുകൾ അതവർക്ക് പറയാം. ഇതാകണമല്ലോ ഒരു ചർച്ച. പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താ? രണ്ടുപേരും നമ്മൾ തർക്കിക്കുന്നു, വാടാ ഹോടാ എടാ എന്നുള്ള വിളികൾ നടത്തുന്നു, അതിൽ കഴിയാനാകുന്നവൻ ജയിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്താ? ആ നയം അല്ലെങ്കിൽ ആരോഗ്യ നയം എന്താണെന്ന് അവർക്ക് മനസ്സിലാവൂ. മാധ്യമങ്ങൾ, പ്രിന്റഡ് മീഡിയ പോലും അവരുടേതായ താല്പര്യങ്ങളിലാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ നിന്നും എന്നാണ് രാഷ്ട്രബോധം നഷ്ടപ്പെട്ടതെന്ന് ചിന്തിക്കണം. ഇന്ന് ഏത് രാഷ്ട്രീയക്കാരനെ ചൂണ്ടിക്കാണിച്ച്, ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ റോജി, മാതൃക ഒരു പൊതുപ്രവർത്തകന് നമുക്ക് പറയാൻ കഴിയുമോ? അവന്റെ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള, അവന്റെ നാടിനെ കുറിച്ചൊരു വികസന സ്വപ്നമുള്ള എത്ര പേരുണ്ട്? അഴിമതി എടുത്ത് നോക്കുക. ഇന്നിപ്പോ നമ്മൾ നോക്കിയാൽ ശബരിമല അഴിമതി, സ്വർണ്ണപ്പാളി അഴിമതി, ലാവ്ലിൻ അഴിമതി, സഹകരണ മേഖല ഉള്ളിടത്ത് മുഴുവൻ അഴിമതി. ഈ അഴിമതിയുടെ പേര് പത്രങ്ങളിലും TV-കളിലും വരുന്നവര് വലിയ നേതാക്കന്മാരായി വലിയ ഇന്നോവ കാറിലും മറ്റു കാറുകളിലും ഒക്കെ ഇറങ്ങി വരുമ്പോൾ അവരെ നോക്കി കൈകൂപ്പി നിൽക്കുന്ന ജനം, എവിടെയാണ് രാഷ്ട്രീയത്തിന്റെ ഒരു വില കിട്ടുന്നത്? അവരെ ആരെങ്കിലും നല്ല പൊതുപ്രവർത്തകനായി ജനം അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ മലീമസമായപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം അത് മാറണം. രണ്ട് ടീച്ചർ പറഞ്ഞൊരു കാര്യം പറയുകയാണെങ്കിൽ, മലീമസമായപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം അത് കണ്ട് വളരുന്ന ഒരു യുവ ജനത, അവർ രാഷ്ട്രീയത്തെ എത്രത്തോളം സ്നേഹിക്കുകയല്ല, എത്രത്തോളം വെറുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അങ്ങേക്ക് വരാം. ടീച്ചർ, അങ്ങേക്ക് കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ജോൺസൺ കൊച്ചുപറമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയം സകലം മലീമസമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് കണ്ട് വളർന്നു വരുന്ന ഒരു യുവജനത എങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക?
അതുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും വോട്ട് ചെയ്യാനായി നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ ഓ വന്നുകൊള്ളാം എന്ന് പറയുകയും യാതൊരു പ്രവർത്തനത്തിനും അവർ മുന്നോട്ട് ഇറങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെ മലീമസമായിരിക്കുന്ന ഒരു രാഷ്ട്രീയം കണ്ടതുകൊണ്ട് മാത്രമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന ഒരു പ്രവണത ബൂത്തുകളിൽ ഇരിക്കാൻ പോലും യുവജനങ്ങളില്ല എന്നുള്ളതാണ്. 50 അല്ലെങ്കിൽ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് പല രാഷ്ട്രീയ കക്ഷികളുടെയും ബൂത്ത് ഏജന്റുകളായിട്ട്, പോളിംഗ് ബൂത്ത് ഏജന്റുമാരായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്കൊരു ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. കാരണം ജനാധിപത്യം നിലനിൽക്കേണ്ടതാണ്. ജനാധിപത്യം നിലനിന്നില്ലെങ്കിൽ വരുന്ന അപകടം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കേരളത്തിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രബുദ്ധതയുള്ള ഒരു ജനതയുള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റു തരത്തിലുള്ള കടന്നുകയറ്റലുകൾക്ക്, അതല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും വിദ്വേഷം പറഞ്ഞുകൊണ്ടുള്ള അതിഭീകരമായ കടന്നുകയറ്റങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ യുവത്വം ഇതിന്റെ കൂടെ തന്നെ നിൽക്കണം. ജനാധിപത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തില് ജാതിയെയും മതത്തിനെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും, പച്ചയ്ക്ക് വർഗീയത പറയുന്നവര് എന്ന വർഗീയപരമായി ചിന്തിക്കുന്ന നേതാക്കന്മാരെ പോലും പ്രശംസിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ഉന്നതരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളും എടുക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് ജാതി മതപ്രീണനത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പിറകിൽ വരുന്ന ഞെട്ടിപ്പിക്കുന്ന അഴിമതിയും കേരളം കണ്ടതാണ്. ശബരിമലയിൽ തന്നെ ആ ഒരു വിഷയം ഇപ്പോൾ എത്രമാത്രം തീവ്രമായിട്ടാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നാലാംകിട വാർത്തകൾ സൃഷ്ടിക്കുകയും അതിനു പിന്നാലെ പോവുകയും വികസനം ചർച്ച ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ സൈബർ അറ്റാക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മറ്റൊരു രീതി. അത് ഒരു നികൃഷ്ടമായുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഓരോ മിനിറ്റ് വീതം കൂടിയാണ് നമുക്ക് ഉള്ളത്. ഫാദർ സജി വട്ടുകളത്തിൽ, ഈ യുവജനങ്ങളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തുകയും അവർക്ക് ഒരു രാഷ്ട്രബോധം ഉണ്ടാക്കുകയും ചെയ്യാൻ എന്താണ് നമ്മളുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഒരു മിനിറ്റ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യമായിട്ടും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത് നെഹ്റുവിനെ കുറിച്ച്, ഗാന്ധിജിയെ കുറിച്ച്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച്, സരോജിനി നായിഡുവിനെ കുറിച്ച്, അങ്ങനെ നമുക്കൊക്കെ ആദരവ് തോന്നുന്ന, ബഹുമാനം തോന്നുന്ന, മോഡലാക്കാൻ കഴിയുന്ന ഒരു വലിയ നിരയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരുപാട് കാലം മുമ്പുണ്ടായിരുന്ന, അവര് കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ഈ കാലഘട്ടത്തിന്റെ നേതാക്കന്മാരാണ്. അവര് രാഷ്ട്രീയത്തെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നതൊക്കെ ഇവരുടെ ജീവിതത്തെയും ഇവരുടെ ഇടപെടലുകളെയും ഇവരുടെ വാക്കുകളെയും ഒക്കെ കണ്ടുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജനനായകന്മാരെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടത് വളരെയേറെ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും എന്തായാലും അവർക്കൊരു ജാഗ്രത തന്നെ വേണം. നമ്മുടെ യുവജനങ്ങളെ നാട്ടിൽ നിർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്ത് വേണമെന്നാണ് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ അങ്ങ് വിചാരിക്കുന്നത്? ഒരു മിനിറ്റ്. അച്ഛൻ പറഞ്ഞത് തന്നെ ഉള്ളൂ. ഒരു പൊതുപ്രവർത്തകനാകുന്ന ഒരാൾ അയാളുടെ ലക്ഷ്യം ഇപ്പോഴുള്ളതെന്ന് മാറ്റിവെച്ചാൽ മതി. പൊതുപ്രവർത്തന രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പഞ്ചായത്ത് മെമ്പർ ആകണം, അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിന്റെ മെമ്പറോ പ്രസിഡന്റ് ആവണം, MLA MP ആകണം എന്നതിനു വേണ്ടി എന്ത് പണി എടുക്കുന്ന ആ രീതി അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എന്റെ കമ്മിറ്റ്മെന്റ് ഈ സമൂഹത്തോടാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യത്തിൽ ഇനി ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ പുതിയ ജനത വിശ്വസിക്കുകയുള്ളൂ. പുതിയ തലമുറ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നല്ലൊരു നിര പോലും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ശുദ്ധീകരിക്കപ്പെടണം. തീർച്ചയായും തീർച്ചയായും. ടീച്ചർ ശ്രീമതി ലക്ഷ്മി ആർ ചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ യുവജനങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാനും രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വന്ന് ഒന്നുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനൊക്കെ എന്താണ് വേണ്ടത്? സമൂലമായ ഒരു മാറ്റം തന്നെയാണോ അത്യാവശ്യം? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ. മാഡം അങ്ങ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. മൈക്ക് ഓഫ് ആണോ? മൈക്ക് ഓഫ് ആണെന്ന് തോന്നുന്നു.
ഓക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവര് മതേതരമായി ചിന്തിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ജനാധിപത്യത്തിന്റെ ഒരു വാല്യൂ, ആ വില അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിലാണ് സംശയം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ അതിന് കാരണമാവുന്നുണ്ട്. ആ സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ മാറ്റണം, മാധ്യമങ്ങളും ശൈലികൾ മാറ്റണം, രാഷ്ട്രീയ പ്രവർത്തകരും ഇന്നത്തെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എന്താ പറയുക നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടം മാത്രം ചിന്തിക്കാതെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് ഇതെന്നും നിലനിന്ന് പോകണം, ജനാധിപത്യം എന്നും നിലനിന്ന് പോകണം, അവനവന്റെ എന്താ പറയുക താല്പര്യങ്ങളല്ല നിലനിൽക്കേണ്ടത് എന്നൊരു ബോധ്യം അവരുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഡെമോക്രസിയാണ് നിലനിൽക്കേണ്ടത്, അവനവനിസമല്ല എന്ന ഒരു പോയിന്റാണ് ടീച്ചർ പറഞ്ഞത്. എല്ലാവരും ഏകദേശം എല്ലാം സെയിം പോയിന്റുകളാണ് പറഞ്ഞത്. ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടെയുള്ള യുവജനങ്ങളുടെ ശക്തി തന്നെയാണ്. ആ നാട്ടിൽ നിന്നും എന്ന് യുവജനങ്ങൾ പടിയിറങ്ങുന്നുവോ അന്ന് മുതൽ ആ നാടിന്റെ വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കും. യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള ആർജവമാണ് ഏതൊരു ഭരണകൂടവും സ്വീകരിക്കേണ്ടത്. സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് യുവജനതയുടെ ശക്തി നാടിന് ആവശ്യമാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഭരണാധികാരികളോടും അധികാരികളോടും. ഈവനിംഗ് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും വളരെയേറെ നന്ദി.